Now let us start with the second chapter, linear equations in one variable. Now നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ചാപ്റ്ററിന്റെ അർത്ഥം എന്താണെന്നും ചാപ്റ്റർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും മനസ്സിലാക്കിയെടുക്കാം ആദ്യം. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താ നോക്കൂ, ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. വൺ വേരിയബിൾ, ഒരു വേരിയബിൾ മാത്രം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ABC, അതായത് വേരിയബിൾസ് XY Z എക്സെട്ര, ഇത് തന്നെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ മാത്രമുള്ളത്. ഓക്കെ, അത് നമുക്ക് ഓക്കെയാണ്. അടുത്തത് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്ന് നമുക്ക് അറിയാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈക്വൽ സൈഡ്, അതായത് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും. അതിനെ ഇക്വേറ്റ്, ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും ഇക്വേറ്റ് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻസ്, അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പിന്നെ പറയാം. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈൻ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഈക്വൽ സൈൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും, അതിനൊരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടാവും. അടുത്തത് ഇനി നമുക്ക് അറിയേണ്ടത് ലീനിയർ ഇക്വേഷൻസ് എന്നുള്ളതാണ്. അതിനുള്ള അത് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. വാട്ട് യു മീൻ ബൈ ലീനിയർ ഇക്വേഷൻസ്? അപ്പൊ എക്സ്പ്രഷൻസ് എന്താണെന്ന് അറിയാം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പ്രഷൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ 2x plus 3, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ജസ്റ്റ് 2x plus 3, 5y by 2, x square plus x, 5z minus 1, y square by y. ജസ്റ്റ് എക്സ്പ്രഷൻസ് ആണ്. അതൊരു ജോമെട്രിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയും ഇതിന്. ബിക്കോസ് ദർ ഇസ് നോ ഇക്വേഷൻസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡില്ല, റൈറ്റ് ഹാൻഡ് സൈഡില്ല, ജസ്റ്റ് വേരിയബിളും കോൺസ്റ്റന്റും ചേർത്ത് കുറച്ച് എക്സ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനെയാണ് 2x plus 3, 5, അതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മൾ ഇനി ഇക്വേഷൻസിലേക്ക് വരികയാണ്. ഇക്വേഷൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there will be a left hand side and a right hand side and there will be an equal sign. That is left hand side നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചത്. ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം ഇക്വേഷൻസിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. 2x is equal to 10, x plus 5 is equal to 20, x square is equal to 25, 2y plus 5 by 2 is equal to 37 by 2. ഇതിലെല്ലാത്തിനും ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. If you find the values for the variables, the left hand side should be equal to right hand side. അതായത് നമ്മളിപ്പോൾ എക്സിന്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻസിൽ ഈ എക്സിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് അത് എപ്പോഴും എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി, ദർ ഷുഡ് ബി എ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് എ റൈറ്റ് ഹാൻഡ് സൈഡ്. അത് ഇക്വേഷൻസ്, വെറും ഇക്വേഷൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് നോൺ ആസ് ലീനിയർ ഇക്വേഷൻസ്. നമുക്ക് ഇക്വേഷൻസ് മനസ്സിലായി, എക്സ്പ്രഷൻസ് മനസ്സിലായി. നമ്മൾ ഇനി ചാപ്റ്ററിന്റെ ഹെഡിങ്ങിന്റെ ലീനിയർ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോവാണ്. ഇതില് ലീനിയർ ഇക്വേഷൻസ്, ലീനിയറിന്റെ അർത്ഥം, ഇപ്പൊ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലായി. മാത്തമാറ്റിക്സിലെ ലീനിയർ ഇക്വേഷൻസിലെ ലീനിയറിന്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് 2x plus 10 is a linear equation. X plus 5 is a linear equation, is equal to 20 is a linear equation. 2y plus 5 by 2 is equal to 37 by 2. This is also a linear equation. പക്ഷെ ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, ഒരു വേരിയബിൾ, ഒരു ഇക്വേഷനിൽ 2x is equal to 10, സോറി 2x is equal to 10. അപ്പോ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒറ്റ വേരിയബിളേ ഇവിടെ ഉള്ളൂ. ആൻഡ് വേരിയബിളിന്റെ ഡിഗ്രി ഈസ് 1 ഡിഗ്രി ആയത് കാരണം നമ്മൾ അതിനെ എക്സിനെ വെറുതെ വിട്ടിരിക്കുന്നു, 1 എഴുതാറില്ല. 2x raised to 1 നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അത് എഴുതിയെന്ന് കരുതി തെറ്റല്ല, യൂഷ്വലി നമ്മളിവിടെ 1 എഴുതാറില്ല. 2x is equal to 10. ഇവിടെയും അതുപോലെ തന്നെ x plus 5 is equal to 20. എക്സിന്റെ ഡിഗ്രി 1 ആണ്. and there is no another variable, only one variable here also, one variable x. Here also 2y plus 5 by 2 is equal to 37 by 2. Here also there is only one variable, that is y, and the degree of y is 1. So 2y plus 5 by 2 is equal to 37 by 2. But here let us
See this example, x square is equal to 25. ഒരു വേരിയബിളേ ഉള്ളൂ ഇവിടെ, only x. ഒറ്റ വേരിയബിളെ എക്സേ ഉള്ളൂ ഇവിടെ, പക്ഷെ എക്സിന്റെ ഡിഗ്രി എത്രയാണ് ഇവിടെ? 2. അതായത് 1 അല്ല, ഇറ്റ് ഇസ് നോട്ട് 1, എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ടു ദ പവർ ഓഫ് 2 ഈസ് ഈക്വൽ ടു 25. സോ ദ പവർ ഓഫ് എക്സ് ഈസ് 2. സോ ദിസ് ഈസ് നോട്ട് ലീനിയർ. ലീനിയർ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളേ പാടുള്ളൂ, ആ വേരിയബിളിന്റെ ഡിഗ്രി 1 ആയിരിക്കണം. ഇനി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്നൊരു ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ പറയും എക്സിന്റെ വേരിയബിള് എക്സിന്റെ ഡിഗ്രി 1 ആണ്, വൈയുടെ ഡിഗ്രി 1 ആണ്, അപ്പൊ ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ലേ? ലീനിയർ ഇക്വേഷൻ ആണ്. ബട്ട് നമ്മളുടെ ചാപ്റ്റർ എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ.